ഈ രാജ്യം ആര് ഭരിച്ചാലും ഇനി എത്രയൊക്കെ ഭരിച്ചാലും ആരൊക്കെ ഭരിച്ചാലും ഏതൊക്കെ മതാടിസ്ഥാനത്തിൽ നിങ്ങൾ സംഘടിച്ചാലും രൂപീകരിച്ചാലും വോട്ട് ചെയ്താലും ഈ രാജ്യം ഒരിക്കലും ഹിന്ദു രാഷ്ട്രമാവില്ല, ഇസ്ലാമിക രാഷ്ട്രമാവില്ല, ക്രിസ്ത്യാനി രാഷ്ട്രമാവില്ല, ഒരു മതത്തിൻ്റെ പേരിലുള്ള രാഷ്ട്രമാവില്ല. കാരണം സിമ്പിളാണ്. അതിനുള്ള ഉത്തരം കൊടുക്കാനുള്ള ആൾ നമ്മുടെ ഇടയിൽ തന്നെ ഉണ്ട്. അതിന് ഒരാൾ അപ്പോൾ ഉത്തരം കൊടുത്തിട്ടേ ഉള്ളൂ. मोहम्मद दीपक है भाई। मोहम्मद दीपक है आपका नाम? ओके। ये बाबा की दुकान है। അദ്ദേഹത്തിൻ്റെ പേര് മുഹമ്മദ് ദീപക് എന്നാണ്. നാളെ അത് വേറൊരാളായിരിക്കും, മറ്റന്നാൾ അത് വേറൊരാളായിരിക്കും. അതാണ് ഇന്ത്യ, ഈ മണ്ണിൻ്റെ സ്വഭാവം അതാണ്. ഇത് ഞാൻ ഒരുപാട് വീഡിയോയിൽ പറഞ്ഞിട്ടുള്ളതാണ് കേട്ടോ. ഇനിയുള്ള ഒരു കാര്യം കൂടി ഞാൻ പറഞ്ഞുതരാം. तो बाबा तो 30 साल पुरानी दुकान है ना। तो हम जब आपके पास आए थे पिछली बार, नहीं आपने है ना, ആ കട ഉടമയോടെ ചോദിക്കൊണ്ട് ഈ പേര് മാറ്റുമെന്ന്. ഈ എന്തിനാ പേര് മാറ്റും? എത്ര കാലമായിട്ടാണ് ഈ കടയുടെ പേര് ഇങ്ങനെ ഉള്ളത്? അപ്പോൾ 30 പറയാൻ ഉത്തരം 30 വർഷമായിട്ട് ആ കടയുടെ പേര് അതാണ്. അതിപ്പോൾ ഇതിനെ മാറ്റുന്നത്. ഇങ്ങനെ ഒരുപാട് ആളുകൾ ഇനി ഉണ്ടാവും ഭായി, ഇനി ഉണ്ടാവും. ഇതാണ് ഈ നാടിൻ്റെ സ്വഭാവം എന്ന് പറയുന്നത്. നമ്മുടെ മതവും രാഷ്ട്രീയവും നമ്മുടെ എല്ലാം ഭക്ഷണമൊക്കെ വ്യത്യാസം ഉണ്ടാവും. പക്ഷെ നമ്മുടെ ഉള്ളിൽ എന്നും ഉള്ളൊരു സംഭവമുണ്ട്. അത് അദ്ദേഹം പറഞ്ഞ പോലെ ഞാൻ ആദ്യം ഒരു മനുഷ്യനാണെന്ന് പറയില്ലേ, അത് ഇന്ത്യക്കാരിൽ ഏറ്റവും കൂടുതലുണ്ട്. അതുള്ളിടത്തോളം ഈ രാജ്യത്തിന് ഒരു മതത്തിൻ്റെ രാഷ്ട്രീയം അല്ലെങ്കിൽ ഒരു പാർട്ടിയുടെ ഇതിലേക്കും നമുക്ക് മാറ്റാൻ കഴിയില്ല. ഇത് എൻ്റെ രാഷ്ട്രീയം വ്യക്തിപരമാണ്, എൻ്റെ മതം വ്യക്തിപരമാണ്, എൻ്റെ വിശ്വാസവും ഭക്ഷണം എല്ലാം വ്യക്തിപരമാണ്. അത് ഉറച്ച് വിശ്വസിച്ചുകൊണ്ട് ഞാൻ എൻ്റെ രാജ്യത്തെ ഈ മനുഷ്യ സ്നേഹികളുടെ മുഹമ്മദ് ദീപകിൻ്റെ ഒപ്പമാണ് രാജ്യം നിൽക്കേണ്ടത്. അദ്ദേഹം പറഞ്ഞത് ഞാൻ ആദ്യം മനുഷ്യനാണ് എന്ന് പറയുന്ന തത്വം ഉണ്ടല്ലോ, അതിലൂടെയാണ് നമ്മൾ ഇന്ത്യനെ ലോകത്തിന് കാണിച്ചു കൊടുക്കേണ്ടത്. നന്ദി, നമസ്കാരം.